ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. 11 മണി വരെ പോളിംഗ് ശതമാനം 26.30 രേഖപ്പെടുത്തി. കൂടുതൽ പോളിംഗ് ഹിമാചൽ പ്രദേശിലും കുറവ് ഒഡീഷയിലുമാണ് രേഖപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി സിബി ജോസഫ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സിബി, മന്ദഗതിയിലാണ് പോളിംഗ്. ഏത് രീതിയിൽ ഇത് ബാധിക്കും? ഒപ്പം ബംഗാളിൽ വലിയ രീതിയിലുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിവിപാറ്റ് അടക്കം കുളത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിരിക്കുന്നു. സമഗ്ര വിശദാംശങ്ങൾ. വിനീഷ, ഈ ഏഴാം ഘട്ടത്തിൽ 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 57 ലോക്സഭാ സീറ്റിലേക്കാണ് ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട VIP മണ്ഡലങ്ങളും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യും. എന്തായാലും പോളിംഗ് ശതമാനം പൊതുവെ മന്ദഗതിയിൽ എന്ന് പറയേണ്ടി വരും. കനത്ത ചൂട് ഉത്തരേന്ത്യയിലെ പോളിംഗ് ശതമാനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6ാം ഘട്ടത്തിലായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. എന്തായാലും ഇതുവരെയുള്ള കണക്ക് പ്രകാരം 11 മണിവരെയുള്ള ഔദ്യോഗികമായ കണക്ക് പ്രകാരം 26.30% പോളിംഗാണ് ആകെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ 22.64% പോളിംഗാണ് ഏറ്റവും കുറവ് ഒഡീഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഹിമാചൽ പ്രദേശിലാണ് 31.92% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ബീഹാറിൽ 24.25%, ചണ്ഡീഗഡിൽ 25.03%, പഞ്ചാബ് 23.91%, UP 28.02%, ബംഗാൾ 28.10 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. പൊതുവെ മന്ദഗതിയിലാണെന്ന് പറയേണ്ടി വരും. എങ്കിൽ പോലും ഇത് 11 മണി വരെയുള്ള കണക്കാണ്. 1 മണിക്ക് പുതിയ അപ്ഡേഷൻ ഒരു 2 മണിക്ക് മുൻപായി വരികയും ചെയ്യും. എന്തായാലും രാവിലെ തന്നെ പ്രമുഖരായ എല്ലാ നേതാക്കളും എല്ലാവരും തന്നെയും രാവിലെ വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിമാചലിൽ BJPയുടെ ദേശീയ അധ്യക്ഷൻ ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിബി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി വന്നത്.